നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് തന്നെയാണ് ധനവരവ്, സ്ഥിരവരുമാനമുള്ള ജോലി, ആരോഗ്യം, കുടുംബം, വിദ്യാഭ്യാസം, ദാമ്പത്യം എന്നിങ്ങനെ നിരവധിയാർന്ന കാര്യങ്ങളുണ്ട്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഇവിടെ തന്നിരിക്കുന്നതായ 2 നാണയങ്ങളിൽ ഒരു നാണയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ നാണയം 5 രൂപ നാണയമാണ്. രണ്ടാമത്തേത് 1 രൂപ നാണയമാകുന്നു. ഈ 2 കോയിനുകളിൽ ഒരു കോയിൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ ആദ്യം മനസ്സിൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുകൂലമാകണം എന്നും ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുരിതങ്ങൾ, ആ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കണം എന്നും ഒരു നിമിഷം നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്നതായ ആ കോയിൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു കോയിൻ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നാണയമായ 5 രൂപ നാണയം അഥവാ 5 രൂപ കോയിനാണ് നിങ്ങൾ എടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ശാന്തമായ മനസ്സോടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും മനസ്സിൽ ഉണ്ടായിരുന്നതായ ആ ടെൻഷനുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ധനപരവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ധനം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കൈകളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ധനവരവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ രീതിയിൽ കാര്യങ്ങൾ അനുകൂലമാകാവുന്നതാണ്. അത് സഹായമായോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുന്നതുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കൈകളിലേക്ക് പണം വന്ന് ചേരാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും സ്ഥിരതയില്ലാത്തതായ അവസ്ഥ അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളാൽ ജോലിയുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥകളുണ്ട് എങ്കിൽ അതിൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ജോലി മാറാനുള്ള അവസരമായി വന്നു ചേരുന്ന സാഹചര്യമാകാം. അല്ലെങ്കിൽ വിദേശ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ സ്ഥിര വരുമാനമുള്ള ജോലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഉടനെ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുമാകാം. അത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സമയമാണ് അത്. കാരണം രോഗശാന്തി അല്പം കൂടി വൈകും എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ മുൻപത്തേക്കാൾ അല്പം ഭേദമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തന്മൂലം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പ്രധാനമായും നിങ്ങൾക്ക് ആശുപത്രിവാസം പോലുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വന്നു എന്ന് വരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. പ്രധാനമായും തർക്കങ്ങൾ അല്ലെങ്കിൽ മനസമാധാനം ലഭിക്കാത്തതായ സാഹചര്യം. ഇത്തരം പ്രശ്നങ്ങളാൽ നിങ്ങളുടെ മനസ്സ് വല്ലാതെ നോവുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ഇതിൽ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രശ്നങ്ങൾ എപ്രകാരം പരിഹരിക്കും എന്ന വ്യക്തമായ ചിന്ത, ധാരണ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ
ഉണ്ടാകുന്നതായ ചില പ്രശ്നങ്ങൾ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില പ്രശ്നങ്ങൾ ഗൗരവതരമാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചതായ അബദ്ധമാണ് എങ്കിലും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും. പല കാര്യങ്ങളും പങ്കാളിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകുവാനുള്ള സാധ്യതകൾ, അവസരങ്ങൾ കൈവരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പ്രധാനമായും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ചിന്തിക്കുക. പലവിധ പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ സമയം ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക. വിട്ടുവീഴ്ച മനോഭാവത്തോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പങ്കാളിയിൽ നിന്നും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും പങ്കാളിയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വിലമതിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായി തീരും. അത്രമേൽ കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ പങ്കാളിയാൽ ഈ സമയം നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വിദ്യയിൽ ഉയരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. എവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത് അതേക്കുറിച്ച് മനസ്സിലാക്കുവാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ശത്രുദോഷങ്ങളെ ഫലപ്രദമായി തന്നെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അടങ്ങുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് വന്നു ചേരും. വിദ്യയിൽ ഉയർച്ച നേടുക. വിദ്യ മൂലം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ, നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഓർമ്മശക്തി അഥവാ ബുദ്ധി വൈഭവത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിയാൽ വിദ്യയിൽ വളരെയധികം നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ഈ സമയം ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് നീങ്ങുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ ക്ഷമയോടെ അല്പം കാത്തിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഈ സമയം ഓർക്കുക. 1 രൂപ നാണയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഭാവി എന്താകും എന്നാലോചിച്ച് പലവിധ ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട്. മനസ്സ് വല്ലാതെ വിഷമിക്കുന്നതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ചില ചിന്തകൾ നിങ്ങൾക്ക് എതിരായി വന്ന് ഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ധനവരവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യം, കൈകളിൽ ധനം ഇരിക്കാത്തതായ അവസ്ഥ, കൂടാതെ ഈ സമയം ഇരട്ടി ചെലവുകൾ വന്നു ചേരുന്നതായ സാഹചര്യം. ഇത്തരം കാര്യങ്ങളിൽ ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് ധനവരവിന് സഹായകരമായ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കാണേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം നിങ്ങളിലേക്ക് വന്നു ചേരാം. അതിനാൽ ഈ അവസരം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചെലവുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. മറ്റു ചില ചിലവുകൾ കൂടി വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം സാഹചര്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. ഒഴിവാക്കേണ്ടതായ കാര്യങ്ങളാണ് എങ്കിൽ അത് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇപ്പോൾ ചെലവുമായി ബന്ധപ്പെട്ട് അല്പം പിന്നിലേക്ക് നിൽക്കുന്നതാണ് ശുഭം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സ്ഥിര വരുമാനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കാരണം ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥിരതയില്ലാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ജോലി ഉപേക്ഷിക്കാൻ തോന്നുന്നതായ മാനസികാവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്.
ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ജോലിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭത്തിലേക്ക് എത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് ഈശ്വരനായി തന്നെ നൽകുന്ന ചില അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ് പരമായി ചില അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ ധനപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി മാറുക, വിദേശത്ത് ജോലി ലഭിക്കുക, കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. സ്ഥിര വരുമാനമുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തുടക്കത്തിൽ തന്നെ ആ കാര്യം ലഭിക്കണം എന്നില്ല. എന്നാൽ നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ ഒരു പരിധി വരെ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില വ്യക്തികൾ ചില ജോലിയുമായി ബന്ധപ്പെട്ട് നിരുത്സാഹപ്പെടുത്തി എന്ന് വരാം. എന്നാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുക, മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില വിഷമങ്ങൾ വിട്ടൊഴിയാതെ തുടരുന്നതായ ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രധാനമായും കുടുംബത്തിലെ പല അംഗങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പ്രതികൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ അത് അനുകൂലമല്ലാത്തതായ അവസ്ഥ, അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഈ സമയം പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതിലൂടെ, പ്രത്യേകിച്ചും കുടുംബനാഥന്റെ പേരിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി ഭവിക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കുടുംബത്തിൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും. എന്നാൽ കുടുംബത്തിൽ വളരെയധികം സന്തോഷത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ, ശുഭവാർത്തകൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. മംഗളകരമായ കാര്യങ്ങൾ പോലും സംഭവിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങൾ, അത് നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വാശിയുണ്ട്, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും വാശിയിലാണ് ഉള്ളത് എങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ അല്പം വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ സമയം അത്തരം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സഹായകരമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ഒഴിവാക്കി മുന്നോട്ട് പോവുക. പങ്കാളിക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നൽകുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുക, പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും തൊഴിൽപരമായും ബിസിനസ് പരമായും വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ പങ്കാളിക്ക് ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദ്യയിൽ ഉയരുവാൻ സാധിക്കുക, മത്സര പരീക്ഷകളിൽ നേട്ടങ്ങൾ കൊയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുക എന്ന കാര്യം നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കുമോ എന്ന ചിന്തയുണ്ട്. അത്തരം നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് പോവുക. വിജയങ്ങൾ നേടുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ പോലും ഉയർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് നെഗറ്റീവായ ആ ചിന്തകൾ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളിലും വച്ച് പുലർത്തുന്നതായ ചില നെഗറ്റീവായ ചിന്തകൾ, സംശയങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി ഭവിക്കും.